ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് പോകാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് നമുക്ക് ആ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്, അതിൻ്റെ കൂട്ടുവശങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വെജിറ്റബിൾ ഇഡ്ഡലിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിൽ കുറച്ച് വെജിറ്റബിൾ എന്ന് പറയാനില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം അരി കുതിർക്കുന്നതും അരയ്ക്കുന്നതും ഒന്നും കാണിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അതിൻ്റെ ആ ഒരു കൂട്ട് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പം മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, ആ ഒരു രീതിക്കാണ് അളവെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉഴുന്നിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ അത്രേ ചേർത്തിട്ടുള്ളൂ, ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല. അര ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് നന്നായിട്ട് കുതിർക്കാൻ വെക്കുക കേട്ടോ. ഈ അരി നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയ ശേഷമാണ് നമ്മൾ ഇതൊക്കെ കുതിർക്കാൻ വെക്കുന്നത്. കാരണം നമ്മൾ അതേ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്യാം. അതുപോലെ തന്നെ ഉഴുന്നും കഴുകിയ ശേഷം കുതിർക്കാൻ വെക്കുക കേട്ടോ. ഒരു 3 മണിക്കൂർ ഉഴുന്ന് പുറമേ വെച്ചിട്ട് കുതിർക്കാൻ വെക്കുക. അതിനുശേഷം രാത്രി നമ്മൾ എപ്പോഴാണോ അരയ്ക്കുന്നത് ആ ഒരു സമയം വരെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പം നമ്മൾ അരയ്ക്കാൻ നേരത്ത് മാവ് അരയ്ക്കുമ്പം ബാറ്ററി ചൂടാവുക കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ അരവ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വളരെ വെള്ളം കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈസ്റ്റ് കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മാവ് കിട്ടും കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മാവ് മാത്രം മാറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ കുഞ്ഞുങ്ങളൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ കഴിക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കടുക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പോരാത്തതിന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും ചെയ്യും. ഇതിന് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ചട്നി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അരി കുതിർക്കുന്നതും ആ ഒരു ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കൂടി കാണിക്കാം ട്ടോ വീഡിയോയിൽ. പിന്നെ എല്ലാവർക്കും അതൊക്കെ അറിയാവുന്നത് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും കാണിക്കാതെ വെറുതെ എന്തിനാ ടൈം കളയുന്നത് വെച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേഗത്തിൽ ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റാം. അപ്പൊ ആദ്യം കുറച്ച് നെയ്യ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുരട്ടി വെക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നെയ്യ് പുരട്ടിയില്ലെങ്കിലും അടിക്ക് പറ്റി പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ കുഴികളിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവിക്ക് വെക്കുക. ആവിക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ, ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറായിട്ട് കിട്ടും. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒത്തിരി സമയം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് കിട്ടും ട്ടോ. അപ്പോൾ ഇഡ്ഡലിയിൽ നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വെജിറ്റബിൾസ് ഒക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസും നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും. ഒരു വെറൈറ്റി ആയിട്ട് കാണാനും നല്ലൊരു ലുക്ക് ആയിരിക്കും ഇഡ്ഡലിയൊക്കെ കാണാനും. നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് ട്ടോ. അപ്പൊ ഇത് നമ്മള് ഇഡ്ഡലി അവിടെ തണിയട്ടെ. തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ അപ്പോഴേക്കും നമ്മൾ കുറച്ച് മാവ് മാത്രമേ ആദ്യം എടുത്തിട്ടുള്ളൂ. അപ്പം ബാക്കി മാവിൽ നമ്മൾ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നമ്മളൊരു കുഞ്ഞ് ദോശ തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ ഉഴുന്നിന്റെ ദോശ എന്ന് പറയുമ്പം ഇരുവശം മറിച്ചിട്ടിട്ടുള്ള കുട്ടി ദോശ, ഈ തട്ടുകടയിലൊക്കെ ഉള്ള ദോശകളില്ലേ, കുഞ്ഞു കുഞ്ഞു ദോശകൾ. അപ്പം അത് കൂടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ നമ്മുടെ പാൻ പുതിയത് വാങ്ങിച്ചതാട്ടോ. അപ്പൊ അതിലേക്ക് ആദ്യമായിട്ട് ദോശ ചുടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ കുട്ടി ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഒത്തിരി വലുപ്പമുള്ള ദോശക്കല്ല് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ദോശ 2-3 ദോശയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അതിന്റെ മേലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. ഇതിപ്പോ 2 സൈഡും മറിച്ചിട്ടിട്ടുള്ള ദോശയാണ് ട്ടോ. അല്ലാതെ നമ്മൾ ഉഴുന്ന് ദോശ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ഹോള് പോലുള്ള ദോശയൊക്കെ ഇല്ലേ, അത് നമ്മൾ ഒരു ഭാഗം തന്നെ ഒഴിച്ചിട്ട് അതിന്റെ മേലെ ഒരു അടപ്പ് വെച്ചിട്ടാകുമ്പോൾ നല്ല അടിപൊളി ഹോളൊക്കെ ആയിട്ടുള്ള നല്ല കുഞ്ഞു ദോശയൊക്കെ കിട്ടും ട്ടോ. പക്ഷേ ഇതാ കണ്ടില്ലേ അതുപോലെ. പക്ഷേ എനിക്ക് ഇഷ്ടം 2 സൈഡും മറിച്ചിട്ടിട്ട് ആ ഒരു മൊരിഞ്ഞിട്ടുള്ള കുറച്ചൊരു ഇതായിട്ടുള്ള, ഇതിന് തക്കാളി ചട്നിയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയില് നല്ല എന്താ പറയാ പഞ്ഞി പോലത്തെ ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതേ ഒരു മാവ് കൊണ്ട് തന്നെ നമ്മള് നല്ല മസാല ദോശക്കുള്ള നല്ല നേരിയ രീതിയിലുള്ള ദോശ ഉണ്ടല്ലോ, അതും തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ബട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നല്ല
നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ട്ടോ ആ ദോശ. നല്ല മൊരിഞ്ഞ ദോശയായിരിക്കും ട്ടോ. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ചട്നിയുടെ ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് നമ്മള് അല്ലാതെ തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര നല്ല കറുമുറ കഴിക്കുന്ന രീതിയിൽ നല്ലോണം മൊരിച്ചെടുത്ത് കഴിഞ്ഞാല് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ കൂടി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇഡ്ലിയുടെ വീഡിയോ മാത്രം കാണിക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ദോശ ആക്കുകയല്ലേ, അപ്പൊ അതുകൂടി ഇതിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നല്ല രീതിക്ക് നല്ല വലിയ ദോശ തന്നെ ആക്കിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം മാത്രമേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ദോശക്കല്ല്, വലിയ ദോശക്കല്ല് ഒന്ന് പരത്തി നോക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇഡ്ലിയുടെ ആ ഒരു സോഫ്റ്റിന്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മള് ഉഴുന്നിന്റെ മാവ് കുറച്ച് സമയം പുറത്ത് വെക്കുക. ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പോട് കൂടി തന്നെ അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ മാവ് ചൂടാവുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈസ്റ്റ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് അടച്ചിട്ട് രാവിലെ നമ്മൾ നോക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആവശ്യമുള്ള മാവിലേക്ക് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. ബാക്കിയുള്ള മാവ് അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഡലി എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇഡലി സാമ്പാർ, ഇഡ്ഡലി ചട്നി, ഇതൊക്കെയാണ് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പൊ ഞാൻ ചെറിയൊരു തേങ്ങാ ചട്നി ആക്കിയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബും ചെയ്ത് ലൈക്കും ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ.